ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്, ഞാൻ ഓൾറെഡി ഇന്നത്തെ മെഗാ എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇടാത്തതിന് കാരണം ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. നമുക്കത് പറയാനായിട്ട് അങ്ങനെ ഒന്നുമില്ല പ്രത്യേകിച്ച്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി വരുന്ന എപ്പിസോഡിൽ കുറേശ്ശായിട്ട് പറയാം. അതുകൊണ്ടാണ് എപ്പിസോഡിന്റെ റിവ്യൂ ഇടാത്തപ്പോൾ. എന്തായാലും നാളത്തെ ഭാഗം ഞാൻ പറയാം. അങ്ങനെ കാവ്യയുടെയും അതുപോലെ തന്നെ നമ്മുടെ അർജുൻ്റെ വിവാഹം ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് കുടുംബക്കാർ കേട്ടോ. അപ്പം നാളെയാണ് അർജുന്റെ ചേട്ടൻ അഭിജിത്തിന്റെയും അതുപോലെ തന്നെ അഞ്ജലിയുടെ ചേച്ചി അനുപമയുടെയും ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആട്ടോ. അവർ തമ്മിൽ ജീവിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല. അനുപമ പണം കൊതിച്ചിട്ടാണ് അഭിജിത്തിനെ സ്വന്തമാക്കി. അതും വളരെ ചതിച്ചിട്ട്, അഞ്ജലിനെ ചതിച്ചിട്ടാണ് അഭിജിത്തിനെ സ്വന്തമാക്കിയത്. കാരണം എന്താന്ന് വെച്ചാൽ, ഈ പറഞ്ഞ അർജുനും അതുപോലെ തന്നെ അർജുനല്ല അഞ്ജലിയും അഭി, അതായത് അർജുന്റെ ചേട്ടനുണ്ടല്ലോ, അതിന് അഭിജിത്തിനെ അഭി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ അഭിജിത്തും അതുപോലെ തന്നെ നമ്മുടെ അഞ്ജലിയും തമ്മിൽ ഭയങ്കര പ്രണയത്തിലായിരുന്നു. പ്രണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ കാർഡുകൾ മാത്രമേ കൈമാറിയിട്ടുള്ളൂ. അവർ തമ്മിൽ കണ്ടിട്ടില്ല. അതെങ്ങനെയാണെന്നുള്ളത് നമ്മളെ കാണിച്ചിട്ടില്ല. അവരെന്തായാലും കണ്ടിട്ടില്ല. പക്ഷെ ഒരുപാട് നാളിങ്ങനെ കാർഡുകൾ കൈമാറുകയും മിഠായികൾ കൊടുത്ത് പ്രണയിക്കുകയൊക്കെ ചെയ്തിരുന്ന ആൾക്കാരാണ് അവർ രണ്ടുപേരും. അപ്പൊ അതായത് അഞ്ജലി അടുത്ത് ഇറങ്ങി വരാൻ പറഞ്ഞാൽ അഞ്ജലി ഇറങ്ങി വരും. ആ ഒരു രീതിയിൽ അവർ പ്രണയിച്ച് ഇതായതാണ്. അപ്പൊ ഒരു ആദ്യമായിട്ട് കാണാനായിട്ട് ഒരു അമ്പലത്തിൽ വെച്ച് കണ്ട് സംസാരിക്കാന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അമ്പലത്തിൽ വെച്ചിട്ട് വരാൻ വേണ്ടി അഭിജിത്ത് പറയുമ്പോൾ അഞ്ജലി വരാതെ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ അവർ ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോവാട്ടോ. അപ്പൊ അമ്പലത്തിൽ അന്ന് ഉത്സവവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പൊ ഈ അഞ്ജലി സ്നേഹിക്കുന്നത് ഇത്രയും വലിയൊരു പണക്കാരനെയാണെന്ന് അനുപമ മനസ്സിലാക്കുകയാണ്. അപ്പൊ അനുപമക്ക് ഭയങ്കര ഒരു കൊതി. ഇത്രയും വലിയ വീട്ടിൽ നിന്നൊക്കെ ഒരാളെ കല്യാണം കഴിക്കാച്ചാൽ അത് മഹാഭാഗ്യമാണ്. ആ ഭാഗ്യം എൻ്റെ അനിയത്തിക്കാണല്ലോ കിട്ടാൻ പോണത്. അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കണം അനുപമ. ഒരു പ്ലാൻ തയ്യാറാക്കാണ്. കാരണം അഞ്ജലിനെ ഇതുവരെയായിട്ടും അഭിജിത്ത് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അഞ്ജലിയായിട്ട് അഭിജിത്തിന്റെ അടുത്തേക്ക് താൻ പോയാലോ എന്ന് വിചാരിക്കണ അനുപമ, അഞ്ജലി വരുന്നതിന് മുമ്പ് തന്നെ അനുപമ അമ്പലത്തിലേക്ക് എത്താണ്. അഭിജിത്തിനെ കണ്ടിട്ട് താനാണ് അഞ്ജലി എന്ന് പറഞ്ഞിട്ട് അനുപമ സംസാരിക്കുകയാണ്. ശേഷം പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലെ വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുകയാണ്. നമുക്കിപ്പോൾ തന്നെ വിവാഹം കഴിക്കണം എന്ന് പറയുമ്പോൾ അഭിജിത്ത് പറഞ്ഞിട്ട് ഇപ്പം തന്നെയോ? അതെ, ഇപ്പം തന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു താലി ചരട് കൊണ്ടുപോയിട്ട് അഭിജിത്തിൻ്റെ കൈ പിടിച്ചിട്ട് നിർബന്ധിച്ച് താലി കെട്ടിപ്പിക്കുകയാണ് അനുപമ. അപ്പൊ അഞ്ജലി ആ സമയത്ത് അഭിജിത്തിനെ അന്വേഷിച്ച് അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട് ആ സമയത്ത്. അപ്പൊ അഞ്ജലി കാണുന്ന കാഴ്ച തന്റെ ചേച്ചി അനുപമ അഭിജിത്തിന്റെ കൈ പിടിച്ചിട്ട് നിർബന്ധിച്ച് താലി ചാർത്തിപ്പിക്കണാണ്. അത് കാണുമ്പോൾ അഞ്ജലി ആകെ തകർന്നു പോകാട്ടോ. പിന്നെ അഭിജിത്ത് വെച്ചാൽ വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു കുടുംബത്തിലെ ആളായതുകൊണ്ട് തന്നെ അവിടെയുള്ള കുറച്ച് ആൾക്കാർ ഇവരെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഭിജിത്തിന്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ തന്നെയാണ് ഈ കുടുംബത്തിൽ അറിയിക്കുകയും പിന്നെ അവർക്ക് കയറ്റാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് അഭിജിത്തിനെ വീട്ടിലേക്ക് കയറ്റിയത്, കൂടെ അനുപമേനെ. അതേ പിന്നെ അനുപമ ഭയങ്കര സ്വാർത്ഥ സ്വഭാവമായിട്ട് അവിടെയുള്ള പണവും സ്വർണവും എങ്ങനെയെങ്കിലൊക്കെ തട്ടിയെടുക്കുക, അവിടെ മഹാറാണിനെ പോലെ ജീവിക്കുക, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഈ അനുപമക്ക്. അഞ്ജലി ഇപ്പോഴും വിവാഹം കഴിക്കാത്തതിന് കാരണം അഭിജിത്തിന് ആ മനസ്സിലുള്ളൊരു പ്രണയം ഉള്ളത് കൊണ്ടാണ്. പക്ഷെ തന്റെ ചേച്ചി ഇപ്പൊ കല്യാണം കഴിച്ചു. അപ്പൊ അങ്ങനത്തെ രീതിയിൽ കാണാൻ പാടില്ലെന്ന് അറിയാം. എങ്കിലും അഞ്ജലിയുടെ മനസ്സിൽ എവിടെയൊക്കെയോ അഭിജിത്തിന്റെ ആ ഒരു സ്ഥാനമുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെയാണ് അഭിജിത്തിന്റെ അനിയൻ അർജുൻ അഞ്ജലിനെ സ്നേഹിക്കുന്നത്. അപ്പൊ തന്റെ ചേട്ടൻ സ്നേഹിച്ച പെണ്ണാണെന്നോ, തന്റെ ചേട്ടൻ ആത്മാർത്ഥമായിട്ട് 2-3 വർഷം സ്നേഹിച്ചത് അഞ്ജലിനെയാണെന്നോ ഒന്നും തന്നെ നമ്മുടെ അർജുന് അറിയില്ല കേട്ടോ. കാരണം ഈ അഭിജിത്ത് ഇങ്ങനെ ഒരു പ്രണയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ആ പെണ്ണിന്റെ പേരെന്താണെന്നോ വീടെന്താണെന്നോ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ആർക്കും ഇതൊന്നും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അർജുൻ ഈ അഞ്ജലിനെ കാണാൻ വേണ്ടി വീണ്ടും പോവുകയാണ്. അതായത് അത്രയ്ക്കും ഇഷ്ടമായിട്ട് അർജുന. അപ്പോഴും നമ്മുടെ അഞ്ജലിക്കും അറിയില്ല ഈ അർജുൻ അഭിജിത്തിന്റെ അനിയനാണെന്നുള്ള കാര്യം. പക്ഷെ അഞ്ജലി ആദ്യമൊക്കെ അത് വേണ്ട, ഇഷ്ടമല്ല എന്ന് തന്നെയാണ് പറയണത്. പിന്നെ എപ്പോഴാണ് ഇവർ ഇഷ്ടപ്പെടാൻ വെച്ചാൽ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇഷ്ടപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടാണ് അഭിജിത്തിന്റെ അനിയനാണ് ഇവനെന്ന് അറിയുമ്പോഴേക്കും അഞ്ജലിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നാണ്. അഭിജിത്തിനും അത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാണ്. കാരണം ഇതെങ്ങാനും അർജുൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവനത് വിഷമാവില്ല, അവനൊരു തെറ്റിദ്ധാരണ ഉണ്ടാകോ എന്നൊക്കെ രണ്ടുപേർക്കും ഒരു ടെൻഷൻ ഉണ്ട്. അതേസമയം അഞ്ജലി ആണെന്നുണ്ടെങ്കിൽ ഈ പെണ്ണുണ്ടല്ലോ പത്മ, അതായത് ഇവിടെ വീട്ടുവേലക്കാരത്തിയുടെ കേസ് എടുക്കുന്നുണ്ടല്ലോ, ആ കേസ് എടുക്കുന്നത് കൂടി തന്നെ ആ വീട്ടിലെല്ലാവർക്കും അഞ്ജലി അടുത്ത ഒരു ദേഷ്യം തോന്നുക കേട്ടോ. ആ വീട്ടിലെല്ലാവർക്കും അഞ്ജലി അവളൊരു വലിയ ആളായി പോയേക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യമാവണം. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ നാളെ മറ്റന്നാളേക്ക് ആയിട്ടുള്ള എപ്പിസോഡ്സിൽ കാണാൻ പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.